സജ്ജനങ്ങളെ, ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഭാഗ്യവതികളായ സ്ത്രീകൾ ജീവിതത്തിൽ വന്ന് ചേരണമെന്നായിരിക്കും ആഗ്രഹം. വിശ്വാസപ്രകാരം ചില നക്ഷത്രക്കാർ ഒരുമിക്കുമ്പോൾ സന്തോഷകരമായ ജീവിതം ലഭിക്കുകയും കുടുംബത്തിൽ ഐശ്വര്യം കളിയാടുകയും ചെയ്യും. ഭർത്താവിൻ്റെ ദോഷം വരെ ഭാര്യയുടെ ഭാഗ്യം കാരണം മാറിപ്പോകും. തിരിച്ചും സംഭവിക്കും. സ്ത്രീ നക്ഷത്രപ്രകാരം വിവാഹശേഷം പുരുഷന്മാർക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന ചില ഭാഗ്യ നക്ഷത്രങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രത്തിനുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ചാൽ ഇവർ ഭർത്താവിന് വലിയ ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നു. ആത്മവിശ്വാസമാണ് ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ശക്തി. അതുകൊണ്ട് തന്നെ ഇവർ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഭർത്താവിൻ്റെ ഏത് പരിശ്രമത്തിനും പിന്തുണയും സഹായവും നൽകി വിജയത്തിലെത്തിക്കുവാൻ പരിശ്രമിക്കുന്നു. രണ്ടാമത്തെ നക്ഷത്രം അത്തമാണ്. സൗന്ദര്യവും കാര്യപ്രാപ്തിയും ഉള്ളവരായിരിക്കും അത്തം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. ഇവരെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്ക് ഭാഗ്യവും ഐശ്വര്യവുമാണ് ലഭിക്കുക. വിവാഹം കഴിച്ചെത്തുന്ന വീട്ടിലും ഇവർ ഭാഗ്യം കൊണ്ടുവരും. മൂന്നാമത്തേതായി മകം നക്ഷത്രക്കാരികളാണ്. മകൻ നക്ഷത്രക്കാരികൾ ഐശ്വര്യവും ഭാഗ്യവും വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. സൗന്ദര്യവും കാര്യശേഷിയും ഒത്തിണങ്ങി സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്നവരെ മകം പിറന്ന മങ്ക എന്ന് തന്നെയാണ് വിളിക്കുന്നത്. മൂന്നാമത്തെ നക്ഷത്രം കാർത്തിക. ഇവരെ ഭാര്യയായി ലഭിക്കുന്നവർ വളരെയധികം ഭാഗ്യം ചെയ്തവരായിരിക്കും. ഇവർക്ക് പ്രണയിക്കുമ്പോൾ തന്നെ ജീവിതം ആസ്വദിക്കുവാൻ സാധിക്കുന്നു. ഒരിക്കലും വഞ്ചിക്കുന്നതിനോ ചതിക്കുന്നതിനോ ഇവർ കൂട്ട് നിൽക്കുന്നില്ല. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നതിനെക്കുറിച്ച് ഇവർക്ക് നല്ല ധാരണയുണ്ടായിരിക്കും. പങ്കാളിയുടെ ഓരോ തളർച്ചയിലും ഇവർ താങ്ങായി കൂടെ നിൽക്കുന്നു. അടുത്തതായി ഉത്രം നക്ഷത്രക്കാരികളാണ്. ഉത്രം നക്ഷത്രജാതകളായ സ്ത്രീകൾ തൻ്റെ ഭാഗ്യം കൊണ്ടുകൂടി പങ്കാളികളെ ഉയരങ്ങളിലേക്ക് എത്തുന്നു. ഇവർ തൊടുന്നതെല്ലാം പൊന്നായിരിക്കും. സൗന്ദര്യത്തിന് ഇവരെ വെല്ലാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. ബാഹ്യ സൗന്ദര്യം മാത്രമല്ല, ആന്തരിക സൗന്ദര്യവും ഇവർക്ക് മുതൽക്കൂട്ടാണ്. ഭാഗ്യം പല രൂപത്തിൽ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അടുത്തതായി പുണർദം നക്ഷത്ര ജാതകളെക്കുറിച്ചാണ്. ബുദ്ധിപൂർവ്വം ചിന്തിച്ച് കാര്യങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരുന്ന ഇവർ മുന്നിലാണ്. ഇവർ സൽപ്രവർത്തികളെ വിശ്വസിക്കുകയും കർമ്മഫലത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ഭർത്താവിൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും തെറ്റുകളിൽ നിന്നവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നതിന് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു. അടുത്തതായി തിരുവോണം നക്ഷത്ര ജാതകളാണ്. ശരീരപുഷ്ടിയും സൗന്ദര്യവും ആരോഗ്യവും തിരുവോണം നാളിൽ ജനിച്ചവരുടെ പ്രത്യേകതകളാണ്. കുലീനമായ പെരുമാറ്റവും അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തന രീതിയും കൊണ്ട് എല്ലാവരുടെയും അഭിനന്ദനം നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും. നേതൃത്വം വഹിക്കുവാനുള്ള കഴിവും ആജ്ഞാശക്തിയും ഉണ്ടാകും. പരിസരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുവാനും ഭംഗിയായി വസ്ത്രധാരണം നടത്തുവാനും പ്രത്യേകം ശ്രദ്ധിക്കും. ഇവരെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്ക് അടിക്കടി ഭാഗ്യവും ഐശ്വര്യവും കടന്നു വരുന്നു. അടുത്തതായി മകയിര നക്ഷത്രമാണ്. ഭർത്താവിന് ലക്ഷ്മിയാകുന്ന സ്ത്രീ നക്ഷത്രങ്ങളിൽ അടുത്തതാണ് മകയിര്യം. ഭർത്താവിനെ നല്ലതുപോലെ മനസ്സിലാക്കുന്ന സ്ത്രീകളാണിവർ. പങ്കാളികൾക്ക് നല്ല സുഹൃത്തു കൂടിയാണ് മകരം നക്ഷത്ര ജാതകൾ. അടുത്തതായി തൃക്കേട്ട നക്ഷത്രം. ഈ നക്ഷത്രക്കാരായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നവർക്ക് ഭാഗ്യവും ഐശ്വര്യവും ഉണ്ടാകും. ഭർത്താവിനോട് 100% വിശ്വസ്തത കാണിക്കുന്നവരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ. അടുത്തതായി രേവതി നക്ഷത്രക്കാരാണ്. ഇവരെ വിവാഹം കഴിച്ചാൽ കഷ്ടകാലം ഒഴിഞ്ഞ് നല്ല കാലം വരുന്നു. സൗന്ദര്യവതികളും ഭക്തകളുമാണിവർ. ധീരതയും സാഹസികതയും പ്രകടിപ്പിക്കുന്നവരാണ് രേവതി നക്ഷത്രക്കാർ. സ്വഭാവത്തിൽ പ്രകടമാകുന്ന അസ്ഥിരതയാണ് രേവതി നക്ഷത്രക്കാരുടെ എടുത്തു പറയാവുന്ന പ്രത്യേകത. ഇവർക്ക് ബുദ്ധിസാമർഥ്യവും കഴിവും കർമ്മശേഷിയും ഉണ്ടാകും. ധാരാളം സുഹൃത്തുക്കളുമുള്ളവർക്ക് ആരാധകരുമുണ്ടാകും. രേവതി നക്ഷത്രക്കാർക്ക് ജീവിത പങ്കാളിയുമായി ആശയവിനിമയം നടത്താനും സ്വന്തം അഭിപ്രായങ്ങളിൽ വേണ്ട മാറ്റം വരുത്തുവാനും തയ്യാറായിരിക്കും.
സഹകരണത്തോടു കൂടി പ്രവർത്തിച്ച് സന്തുഷ്ടവും ഐശ്വര്യപൂർണവുമായൊരു കുടുംബം കെട്ടിപ്പടുക്കുവാനും ഇവർക്ക് കഴിയും. ഹിന്ദു വിശ്വാസത്തിലെ ചെറിയ ചെറിയ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തുന്ന ഈ ചെറിയ ചാനലിനെ പിന്തുടരാൻ മറക്കില്ലല്ലോ.